Good morning all. I am Grishma TJ, Assistant Professor, Don Bosco College, Kottayam. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എക്സംപ്റ്റഡ് ഇൻകംസ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് സെക്ഷൻ 10 സബ്സെക്ഷൻ 6 ക്ലോസ് 11 ആണ്. ഇന്ന് നമ്മൾ അതിൻ്റെ റിമൈനിങ് പോർഷൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് സെക്ഷൻ 10 സബ്സെക്ഷൻ 10 എക്സംപ്ഷൻ ഫോർ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി. സെക്ഷൻ 10 സബ്സെക്ഷൻ 10 എക്സംപ്ഷൻ ഫോർ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി. Government employees receiving death cum retirement gratuity is wholly exempt from tax. Government employees receive ചെയ്യുന്ന death cum retirement gratuity fully exempted ആണ്. Gratuities received by employees covered under Payment of Gratuity Act 1972 is exempt from tax to the extent of least of the following. First, maximum limit rupees 10 lakh. Second, amount of gratuity actually received. അതായത് ഗ്രാറ്റുവിറ്റി ആയിട്ട് റിസീവ് ചെയ്ത ആക്ച്വൽ എമൗണ്ട്. 15 days salary out of 26 days based on last drawn salary for each completed year of service or part thereof in excess of 6 months. That 15 divided by 26 multiplied by completed year of service again multiplied by last drawn salary. ഇവിടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എടുക്കുമ്പോൾ സർവീസിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് ഇയറിൽ 6 മാസത്തിലധികം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷവും കംപ്ലീറ്റഡ് ഇയേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഈ 3 എമൗണ്ട്സിൽ ലീസ്റ്റ് എമൗണ്ട് ആണ് എക്സംപ്ഷൻ അവൈലബിൾ. ഇൻ കേസ് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ എനി അതർ എംപ്ലോയി ദാറ്റ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഈസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. First, maximum limit rupees 10 lakh. Second, gratuity actually received. Third, half month salary on the basis of last 10-month average salary immediately preceding the month in which any such event occurs for each completed year of service. അതായത് റിട്ടയർമെൻറ്റിൻ്റെ തൊട്ടു മുന്നേയുള്ള 10 മാസത്തിലെ ആവറേജ് സാലറിയുടെ 50% മൾട്ടിപ്ലൈഡ് ബൈ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഈ 3 എമൗണ്ടിൽ ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും എക്സംപ്ഷൻ അവൈലബിൾ. സാലറി ഫോർ ദിസ് പർപ്പസ് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് ഇഫ് പ്രൊവൈഡഡ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇഫ് ഗ്രാറ്റുവിറ്റി ഈസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സർവീസ് ഈസ് ഓൾവേസ് ടാക്സബിൾ. സർവീസിലിരിക്കെ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും ടാക്സബിൾ ആയിരിക്കും. Section 10 subsection 10A exemption for commuted value of pension. The payment in respect of commuted pension is exempt subject to certain conditions. Any commuted pension received by a government employee is fully exempt from tax. Government employees receive ചെയ്യുന്ന commuted pension exempted ആണ്. Any other employees receiving commuted pension can be classified into 2 categories. That is, employees in receipt of gratuity and those employees who does not receive any gratuity. For employees in receipt of gratuity, exemption will be 1/3 of the amount of pension which he would have received had he commuted the whole of the pension. That simply means the full value of commuted pension. 1/3 multiplied by full value of pension. If the employee does not receive any gratuity, exemption will be half of the amount of pension he would have received had he commuted the whole of the pension. That is, as we said earlier, the full value of pension. Exemption will be 1/2 multiplied by full value of pension. In subsection 10 AA. Exemption for encashment of earned leave. ലീവ് എൻകാഷ്മെൻറ്റിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്നാമത്തേത് റിസീവ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സർവീസ്. സർവീസിലിരിക്കെ ലീവ് എൻകാഷ്മെൻറ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. അടുത്ത കേസ് റിസീവ്ഡ് ഓൺ റിട്ടയർമെൻറ്റ് വെദർ ഓൺ സൂപ്പർ ആനുവേഷൻ ഓർ അതർവൈസ്. ലീവ് എൻകാഷ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് റിട്ടയർമെൻറ്റ് സമയത്താണെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് 2ആയി തരംതിരിക്കാം. by a government employee
or any other employee. ഗവൺമെൻറ് എംപ്ലോയിക്കാണ് എൻകാഷ്മെൻറ്റ് ഓഫ് ലീവ് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടുന്നതെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതർ എംപ്ലോയീസ്, അതായത് ഗവൺമെൻറ് അല്ലാതെ മറ്റ് എംപ്ലോയീസിനാണെങ്കിൽ എക്സംഷൻ വിൽ ബി ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ്, maximum amount rupees 3 lakh. Second, actual amount received. Third, 10 months salary on the basis of average salary of last 10 months preceding the retirement. റിട്ടയർമെൻറ്റിന് തൊട്ടു മുന്നേയുള്ള 10 മാസത്തെ സാലറിയുടെ ആവറേജ് എടുക്കുക. ഫോർത്ത്, ക്യാഷ് ഇക്വലൻ്റ് ഓഫ് അൺഅവൈൽഡ് ലീവ് ബേസ്ഡ് ഓൺ ലാസ്റ്റ് 10 month ആവറേജ് സാലറി ടു ഹിസ് ക്രെഡിറ്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. ഈ പറയുന്ന സാലറി മൂന്നാമത്തെ ഓപ്ഷനിൽ കണ്ട അതേ സാലറി എമൗണ്ട് തന്നെയാണ്. ആദ്യം നമ്മൾ ലീവ് ഡ്യൂ കണ്ടുപിടിക്കണം. ലീവ് ഡ്യൂവിൻ്റെ ഇക്വേഷൻ ലീവ് അലൗഡ് മൈനസ് ലീവ് ടേക്കൺ. ലീവ് അലൗഡ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് 30 days ക്രെഡിറ്റ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇപ്പോൾ കണ്ടുപിടിച്ച ലീവ് ഡ്യൂവിനെ ആവറേജ് സാലറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 4 എമൗണ്ടിൽ ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കും ലീവ് എൻകാഷ്മെൻറ്റിന് കിട്ടുന്ന എക്സംഷൻ. Section 10, subsection 10B. Exemption on retrenchment compensation. Compensation received by workmen at the time of retrenchment is exempt to the extent of lower of the following. First one, maximum limit rupees 5 lakh. Second one, amount calculated under the Industrial Dispute Act 1947. As per Industrial Dispute Act, that amount will be 15 days average pay multiplied by completed year of service and part thereof in excess of 6 months. കംപ്ലീറ്റഡ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഗ്രാറ്റുവിറ്റിയിൽ കാൽക്കുലേറ്റ് ചെയ്ത സെയിം വേയിലാണ്. ഈ 2 എമൗണ്ട്സിൽ ലോവർ ആയിരിക്കും റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷന് എക്സംഷൻ അവൈലബിൾ. Section 10, subsection 10BB. Exemption on payment under Bhopal gas leak disaster. Any payment under Bhopal gas leak disaster is fully exempt under section 10, subsection 10BB. ആ പേയ്മെൻ്റ് എല്ലാം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. Section 10, subsection 10CC. Tax on non-monetary perquisites. Employer has the option under section 192 subsection 1A to bear the tax on non-monetary perquisites on behalf of the employee. ഒരു എംപ്ലോയിക്ക് കൊടുത്ത നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സിൻ്റെ ടാക്സ് ബെയർ ചെയ്യാൻ എംപ്ലോയർക്ക് ഒരു ഓപ്ഷനുണ്ട്, 192 1A. ആ ഓപ്ഷൻ ഒരു എംപ്ലോയർ എക്സസൈസ് ചെയ്യുകയാണ് എങ്കിൽ the tax so borne shall be exempt from the tax in the hands of the employee. എംപ്ലോയർ ബോൺ ചെയ്ത ടാക്സ് എംപ്ലോയിയുടെ ഹാൻഡ്സിൽ എക്സംപ്റ്റഡ് ആയിരിക്കും, കാരണം അതിൻ്റെ ടാക്സ് ഓൾറെഡി എംപ്ലോയർ കൊടുത്തു കഴിഞ്ഞു. സെക്ഷൻ 10, സബ്സെക്ഷൻ 11. എക്സംപ്ഷൻ ഓൺ സ്റ്റാറ്റ്യൂട്ടറി ഓർ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. എനി പേയ്മെൻറ്റ് ഫ്രം എ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ടു വിച്ച് Provident Fund Act 1925 applies or notified public provident fund set up by the central government is exempt from tax. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നോ നോട്ടിഫൈഡ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നോ ഉള്ള പേയ്മെൻറ്റ്സ് എല്ലാം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. വൈൽ the contribution to these funds qualify for deduction under section 80C. The entire interest earned will be exempt under the same section. This section. Contribution to statutory or public provident fund 80C പ്രകാരം ഡിഡക്ഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ ഇൻട്രസ്റ്റും ഇതേ സെക്ഷനിൽ എക്സംപ്റ്റഡ് ആണ്. സെക്ഷൻ 10, സബ്സെക്ഷൻ 12. Exemption on payment from recognized provident fund. As in the case of statutory provident fund, any payment received from a recognized provident fund is exempt from tax with effect from the assessment year 2017-18. Payment received from National Pension Scheme by a person at the time of closure of the account shall be exempt up to 40% under section
10 subsection 12a. Section 10 subsection 13 exemption for payment from approved superannuation fund. Any payment received from approved superannuation fund or pension fund is exempt from tax. Approved superannuation ഫണ്ടിൽ നിന്നും ലഭിക്കുന്ന എല്ലാ പേയ്മെൻറ്റ്സും എക്സംപ്റ്റഡ് ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 13a. Exemption for house rent allowance. House rent allowance granted to an assessee by his employer is exempt to the extent of least of the following. First one, excess of rent paid over 10% of salary due for the relevant period. Second one, if the accommodation is in Mumbai, Kolkata, Delhi or Chennai, 50% of salary, or in any other place, 40% of salary. Third one, actual allowance received for the relevant period. ഈ മൂന്ന് എമൗണ്ടിലും കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ലീസ്റ്റ് ആയിരിക്കും എക്സംഷൻ ഫോർ ഹൗസ് റെൻ്റ് അലവൻസ്. Salary for the purpose is basic salary plus dearness allowance provided in terms of employment. This exemption is not available to an assessee who lives in his own house or in the house for which he does not pay any rent. ഈ എക്സംഷൻ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന അസസിക്കോ അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കേണ്ടാത്ത വീട്ടിൽ റെൻറ്റിന് താമസിക്കുന്ന അസസിക്കോ ബാധകമല്ല. ഇന്നത്തെ വീഡിയോയിൽ എക്സംപ്റ്റഡ് ഇൻകത്തിൻ്റെ 10 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യുക. ഈ വീഡിയോ ലെക്ചറിൻ്റെ വർക്കിംഗ് നോട്ട്സ് എല്ലാവരും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. താങ്ക് യു ഓൾ.